ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ ലെവൽസും കാര്യങ്ങളും മാർക്കറ്റിൽ ഏത് രീതിയിൽ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ കേസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ചെറിയ രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ ഒരു താഴേക്കുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ലക്ഷം കറക്ഷൻ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറിയതുകൊണ്ട് ഒരു ചെറിയ കറക്ഷൻ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ എന്താ പറയുക കറക്ഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബുള്ളിഷായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുണ്ടായിരുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിനകത്ത് ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ഇട്ട് തന്നെയായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപ്സൈഡ് വരുന്ന സമയത്ത് മാർക്കറ്റ് ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. അത് മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് കിട്ടിയിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ കാണാം. ആ ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് എന്താ പറയുക ആ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിന് ഇത് കഴിഞ്ഞ ദിവസത്തെ ഗ്യാപ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു. പക്ഷേ തൊട്ട് അടുത്ത രണ്ട് ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് കയറി നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിരുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിരിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. മാർക്കറ്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞാലും ആദ്യത്തെ പിന്നീട് കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ലെവൽസിനായിരുന്നു. പിന്നീട് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വന്നിരിക്കുന്നത് തൊട്ട് മുകളിൽ ചെയ്തിരിക്കുന്ന 23,000 അതൊരു എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ഏരിയ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കുറച്ച് നേരം അതിനകത്ത് താഴേക്ക് വന്നു. ഇപ്പം ഈ ട്രെൻഡ് ലൈനിൽ റെസ്റ്റ് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോയി കാര്യങ്ങളായി. പിന്നീട് അതേ രീതിയിൽ തന്നെ ആ ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്ത് റെസ്പെക്ട് ചെയ്ത് കാര്യങ്ങളാക്കിയിട്ട് മുകളിലേക്ക് പോയി. നമ്മൾ ഈ കാണുന്ന ലൈന് നമ്മളിപ്പം ഈ വരുന്ന ഒരു ലൈൻ നമ്മളൊരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അതിനുശേഷം ഈ മാർക്കറ്റ് ഈ ക്യാൻഡിൽ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിരുന്നത് നമ്മളെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്ന ട്രെൻഡ് ലൈനാണ്. നമ്മൾ ആ നല്ല ഗ്യാപ്പ് അപ്പിൽ വന്ന ദിവസം നോക്കി കഴിഞ്ഞാൽ കാണാം ആ ട്രെൻഡ് ലൈനായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. സോ ആ ഒരു ട്രെൻഡ് ലൈനിലായിരുന്നു പിന്നീടുള്ള സമയത്ത് ഏകദേശം കുറേ നേരത്തേക്ക് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് ഫേസ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ശേഷം നമ്മുടെ ആ ഒരു ഈ ട്രെൻഡ് ലൈൻ കണ്ടു. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരുന്നു ട്രെൻഡ് ലൈൻ ഇതാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളത്. ആ ട്രെൻഡ് ലൈനകത്തായിരുന്നു പിന്നീട് കുറേ നേരത്തേക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ട്രെൻഡ് ലൈനിന് താഴേക്ക് ഇറങ്ങി എന്നാലും അത് ഫേസ് ചെയ്ത കാര്യങ്ങളാക്കി ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ താഴേക്കായിരുന്നു മാർക്കറ്റ് കറക്ഷനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയ ഒരു ചെറിയ രീതിയിൽ താഴേക്ക് വരുമെന്നുള്ളതെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം നല്ല ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനകത്തും. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ താഴേക്കായിരുന്നു എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ വേറൊരു കേസ് കൂടി വരുന്നത് W പാറ്റേൺ ഫോം ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു W പാറ്റേൺ എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് W പാറ്റേൺ ഫോളോ ചെയ്ത് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് സംഭവം ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 7-ാം തീയതി വന്നിരുന്ന ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് മാർക്കറ്റ് നിഫ്റ്റി വീണതുപോലെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ മെക്സാറ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന 49,111 എന്നുള്ള റേഞ്ചിലാണ്. ആ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് ക്യാൻഡിലായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിലിനകത്ത് 15 മിനിറ്റ്സ് ക്യാൻഡിനകത്ത് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് വേണ്ട, ഒരു 3 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ഇതിനകത്ത് എക്സാക്റ്റായിട്ട് സപ്പോർട്ട് ആദ്യത്തെ ക്യാൻഡിലിനെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു ഇതിനാണ് നമ്മൾ മാർക്ക് ചെയ്ത് ഡ്രോ ചെയ്തിരിക്കുന്ന ലെവലിനാണ്. രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുമായിരുന്നു. അതിനകത്ത് ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് കയറിയിരിക്കുന്നത് നമ്മൾ വോളിയം നോക്കുകയാണെങ്കിലും വോളിയത്തിൻ്റെ കേസ് അനുസരിച്ച് നമുക്ക് കാണാമായിരുന്നു. നല്ലൊരു വോളിയം അതിനകത്ത് ഫോം ചെയ്തിരുന്നു. ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് പിന്നീട് മുകളിലേക്ക് പോയത്. മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് മുകളിലേക്ക് കയറി തൊട്ട് മുകളിലുള്ള ടാർഗറ്റായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് ഒരു സപ്പോർട്ട് ലൈനായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ടായിട്ട് നമുക്കത് എടുത്തിട്ട് മുകളിലേക്കുള്ളൊരു CE എന്നുള്ള രീതിയിൽ എടുക്കാമായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 49,641 എന്നുള്ളൊരു ഏരിയ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. സോ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഇതിന് മുകളിലേക്ക് കയറുകയും ഈ 49,641 എന്നുള്ള ഏരിയയിലാണ് പിന്നീട് ഒരു അരമണിക്കൂറോളം മാർക്കറ്റ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരുന്നു. അതൊരു കുറേ നേരത്തേക്ക് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാ ട്രേഡേഴ്സിനെല്ലാം അതൊരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആണെന്ന് ഫേസ് ചെയ്യും. കുറേ ആളുകൾ
ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന രീതിയിലുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിലൊക്കെ എടുത്തിരിക്കുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ചെയ്ത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു 10ഓളം ക്യാൻഡിൽസ് അതിനകത്ത് ഒരെണ്ണം പോലും താഴോട്ടുണ്ടായിരുന്നില്ല, എല്ലാം മുകളിലേക്കായിരുന്നു. മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള ക്യാൻഡിൽസിൻ്റെ കമ്പി എല്ലാം ഗ്രീൻ ക്യാൻഡിൽസാണ് വന്നിരിക്കുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് എല്ലാവരുടെയും ട്രാപ്പ് ചെയ്യുന്ന രീതിയിലൊരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിട്ട് പോയിരുന്നുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള സംഭവങ്ങൾ നമുക്ക് ആർക്കും ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലോ കാര്യങ്ങളോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ദെൻ ഈ ഇത്രയും ഏരിയ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു ലെവലിനകത്ത് അകത്തുള്ളൊരു ഏരിയ നമുക്ക് ഒരു സൈഡ് വേസ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ 50,000 എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റൽ ഏരിയ, ഇമ്പോർട്ടൻറ്റ് സെൻറ്റിമെൻറ്റൽ ഏരിയയും കിടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് മാർക്കറ്റിനകത്ത് ഇതൊരു സെൻറ്റിമെൻറ്റൽ ഏരിയയാണ്. നമുക്ക് നാളത്തെ മാർക്കറ്റിനകത്ത് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാൻ എടുക്കുന്ന രീതിയിലുള്ളൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഏരിയ. സോ നമുക്ക് ആ ഒരു ഏരിയയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്കതൊന്ന് നോക്കി ലെവലുകൾ ഫേസ് ചെയ്യാം. ഇനി നാളത്തേക്കുള്ള മാർക്കറ്റിനകത്തുള്ള ലെവൽസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നാളെ ഒരു എൻ്റെ ഒരു ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒന്നാമത് ഇപ്പം ഈ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ഒരു നോ ട്രേഡ് സോൺ എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ അധികം ഒരു മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു 300 പോയിൻറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും അധികം ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ വരുന്നില്ല. എങ്ങോട്ട് ചെയ്യുമെന്നുള്ള രീതി, കാരണം ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. 2 ലെവൽ മുകളിലും താഴെയും ലെവൽസ് ടച്ച് ചെയ്ത് കാര്യങ്ങളാക്കിയിട്ടില്ല. ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളായിട്ടല്ല പോകുന്നത്. സോ അതിനകത്ത് നിൽക്കുന്ന ഒരു ഏരിയ ഒരു നോ ട്രേഡ് സോൺ ആയിട്ടാണ് കരുതുന്നത്. സോ അതിന് മുകളിലേക്കുള്ള സംഗതിയാണ് വെച്ചാൽ ഇത് കയറി കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ 50,000 എന്നുള്ള ഒരു ഏരിയ കാണുന്നുണ്ട്. സോ നാളത്തെ മാർക്കറ്റിനകത്ത് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വെച്ച് 100 പോയിൻറ്റിൻ്റെ 49,800 മാർക്കറ്റ് ഉള്ളത്. ഒരു 49,900 എന്നുള്ള രീതിയിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും മാർക്കറ്റ് മുകളിലേക്ക് കയറി 50,000 കയറി കഴിഞ്ഞ ശേഷം 50,000 എന്ന് പറയുന്ന ലെവലും കയറി കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റൽ ഏരിയ കയറി അവിടെ ഒരു റീടെസ്റ്റ് കിട്ടുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിലിനെ ഫോം ചെയ്ത് മാത്രമേ നാളത്തെ കേസിൽ ഞാനൊരു എൻട്രി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളാവുള്ളൂ. കാരണം എന്താ പറയുക, താഴേക്കുള്ള രീതിയിൽ, കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. സോ 50,000 സെൻറ്റിമെൻറ്റൽ ഏരിയ ഫാൾസ് ബ്രേക്കൗട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ ആ ഒരു സാധനം കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ ഒരു എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രേഡും കാര്യങ്ങളും ഞാൻ പോവുള്ളൂ. ആ ഒരു എന്നുള്ള രീതിയിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളൊരു ട്രേഡിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ അടുത്തൊരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ തന്നെയും ഈ ഒരു സംഭവം തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള സംഭവങ്ങൾ പറഞ്ഞു ഇതൊരു നോ ട്രേഡ് സോണായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ന്യൂട്രൽ ഓപ്പണിംഗ് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ തട്ടി വരുന്ന സംഭവങ്ങൾ ഇതിനകത്തേക്ക് താഴേക്ക് വരികയാണെങ്കിലും അതൊരു നോ ട്രേഡ് സോൺ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇതിന് താഴേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഇവിടെ റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് റീടെസ്റ്റ് കിട്ടുന്നതും അതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണിൻ്റെ സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് 49,111 എന്നുള്ള രീതിയിൽ കണ്ട് നമുക്കൊരു ട്രേഡ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴേക്ക് ഇവിടെ വന്ന ശേഷം എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സെക്കൻഡ് ടാർഗറ്റായിട്ട് 48,527 എന്നുള്ള ലെവൽ കണ്ട് കാര്യങ്ങളാക്കി വരാമെന്ന്. ഈ ഒരു ലെവലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നൊരു ഏരിയ. ഇത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്തേക്ക് താഴേക്ക് വരുന്ന സമയത്ത് അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു നോ ട്രേഡ് സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഏരിയയാണ്. കാരണം കൺസോൾട്ടേഷനും കാര്യങ്ങളും വന്നിരുന്ന ഒരു ഏരിയയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിനകത്ത്. സോ അത് ഈ ഒരു കേസ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തും സെക്കൻഡ് ടാർഗറ്റ് ചെയ്തും എന്നുള്ള രീതിയിലാണ് ഒരു എന്താ പറയുക സൈഡിലേക്ക് ഒരു എൻട്രി എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അഞ്ചലും ആ ഒരു രീതി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് എന്താ പറയുക ഇതിനകത്ത് ന്യൂട്രലായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെ ഒരു ബിയറിഷ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇതായിട്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കാര്യം മാർക്കറ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴേക്കാണ് ഈ ഒരു ലെവൽ റേഞ്ചിലേക്ക് വരികയാണെങ്കിലും ഇതിനകത്തുള്ള ഒരു ഏരിയ നോ ട്രേഡ് സോണിനെ ഇതിന് താഴേക്ക് വന്നതിന് ശേഷമുള്ള നമ്മൾ ഒരു ട്രേഡിൻ്റെ സംഭവം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ അതാണ് ഞാനൊരു പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് മാർക്കറ്റ് താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് 50,000 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ കടന്നതിന് ശേഷം ഈ ഒരു ഏരിയ ഒരു ട്രെൻഡ് ലൈനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ട്രെൻഡ് ലൈനാണ്. ഈ പറയുന്ന 50,400 എന്ന് പറയുന്ന റേഞ്ചിലേക്കൊക്കെ ഈ പോകുന്നത് ഒരു ട്രെൻഡ് ലൈനാണ്. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഏരിയ എന്താ പറയുക ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ അതിന് മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ കഴിഞ്ഞ ദിവസത്തെ
ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന ഇലക്ഷൻ കൗണ്ടിങ് ഡേയിൽ അന്ന് വന്നിരിക്കുന്ന ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏരിയ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെക്കൻഡ് ടാർഗറ്റായിട്ട് തേർഡ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയും കൺസിഡർ ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇന്ന് ഈ പറയുന്ന 50,000 എന്നുള്ള സംഭവങ്ങൾ കയറി പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് എത്തുന്ന 51,119 എന്നുള്ള രീതിയിൽ ഒരു ദിവസത്തേക്ക് കയറി പോകും എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് 50,400 വരെയൊക്കെ ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഒരു ഗ്യാപ്പ് അപ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ പോലും ആ ഒരു രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ അത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിയുടെ കേസിലും ഈ പറയുന്ന രീതിയിൽ തന്നെ ഈ ഒരു കാണുന്ന ഒരു ഏരിയ നമ്മളിപ്പം പറയുന്ന 23,338 23,270 എന്ന് പറയുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡ് സോൺ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഈ ഒരു മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ രണ്ടും ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ വരച്ചിരിക്കുന്ന ഒരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഒരു ട്രെൻഡ് ലൈനിൻ്റെ രണ്ട് ഇത് വരച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രോ ചെയ്തിരുന്ന ട്രെൻഡ് ലൈൻ ഒന്നും കൂടി മാറ്റി റീഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഇതിലൂടെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത്. സോ ഇപ്പോൾ ആ ട്രെൻഡ് ലൈൻ്റെ ബോട്ടത്തിലാണ് നിൽക്കുന്നത്. സോ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വന്നതിന് ശേഷം ഈ ഒരു സംഭവം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 23,338 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഓൾ ടൈം ഹൈ എന്നുള്ള ഏരിയയാണ് സംഭവം വരുന്നത്. സോ ആ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള സംഭവം കയറി കഴിഞ്ഞ ശേഷം ഇതിനകത്തോട്ട് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ തൊട്ട് മുകളിൽ, കാരണം അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനില്ല. ഓൾ ടൈം ഹൈ കയറി പോകുന്നതാണ്. സോ അതിനുശേഷം നമുക്ക് ഫ്രഷായിട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളായിട്ട് ഞാൻ കരുതുന്നത്. ഇതിന് മുകളിലേക്ക് കയറുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഡേയ്സിനകത്ത് വന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതാക്കിയിരുന്നത്. കാരണം നമുക്ക് ആ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ട്രേഡിംഗ് ഡേയ്സിനകത്ത് ആദ്യത്തെ ക്യാൻഡിൽ നല്ല ഗ്യാപ്പിൽ വന്നു. ദെൻ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ഒരു മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ആ ലെവലിലേക്ക് എത്തിയതിനു ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ലെവല് എന്താ പറയുക ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയൊക്കെ വന്നതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ടോപ്പ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളായിട്ട് നമുക്ക് ടാർഗറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം നമുക്ക് ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിന് മുകളിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീടെസ്റ്റ് കിട്ടുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽസും കാര്യങ്ങളും ഫോം ചെയ്ത് എൻട്രി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അല്ല ഈ ഒരു സംഭവങ്ങൾ നമുക്കിപ്പം മാർക്കറ്റിനകത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന കേസിൽ ഇപ്പം ഇതിനകത്തൊരു ന്യൂട്രൽ ഓപ്പണിംഗ് വന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മാർക്കറ്റ് വന്നു ഇതിനകത്തൊരു കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈന് നിയർ ആയിട്ടാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു റീടെസ്റ്റ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം 23,270 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു റീടെസ്റ്റിനകത്ത് ഇവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിലും കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഒരു എൻട്രി എന്നുള്ള രീതിയിലേക്കായിരിക്കും ഞാൻ എൻട്രി എടുക്കുക. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ 23,000 അതിന് താഴേക്ക് വരികയാണെങ്കിൽ 23,000 ഒരു ഷോർട്ട് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ അതിനേക്കാൾ കുറച്ചുകൂടി താഴേക്ക് അല്ലെങ്കിൽ ലേശം ബിയറിഷ് എന്നുള്ള രീതിയിൽ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റായിട്ട് 22,896 എന്നുള്ള രീതിയിലും കാര്യങ്ങളാക്കിയെടുക്കാം. അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പാണ് പിന്നുള്ളത്. ആ ഒരു ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്ന 6-ാം തീയതി വന്നിരിക്കുന്ന ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് 22,636. സോ അത്രയൊന്നും താഴേക്ക് നാളെ പോകുമെന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ സെക്കൻഡ് ടാർഗറ്റ് സേഫ് ടാർഗറ്റ് ആയിട്ട് കാണുന്നത് 22,896 എന്നുള്ളൊരു ഏരിയയാണ്. സോ നാളത്തേക്കുള്ള ഒരു അല്ലെങ്കിൽ എൻട്രി എന്നുള്ള കേസിൽ കാണുന്നത് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെയാണ്. കാരണം നാളെ ഒരു ബുള്ളിഷ് എന്നുള്ളൊരു വ്യൂ ആണ് എനിക്കുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഒരു ഇത് ചെയ്യുന്നത്. നമുക്ക് നാളത്തെ കാര്യങ്ങളും ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. NDA ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഒരു ബുള്ളിഷ് എന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കറക്ഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. ഈ ഒരു ലെവൽ 23,338 എന്നുള്ള ലെവൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള ടാർഗറ്റ് എത്തുമെന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. സോ ബാക്കി കാര്യങ്ങൾ നാളത്തെ മാർക്കറ്റ് ടൈമിൽ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളത് നോക്കാം.